നമുക്ക് സന്തോഷമായി അമേരിക്കയിൽ എത്തുവാനായി കഴിയും. സുഹൃത്തുക്കളെ, കുഞ്ഞുങ്ങളെ, ഞാനൊരു കാര്യം പറയട്ടെ. എപ്പോഴും ജീവിതം ഇങ്ങനെ അടിക്കുന്നില്ല. ഓളങ്ങൾ വരും, തിരമാലകൾ വരുമ്പോൾ ഓർത്തോടുക, നിങ്ങൾ കയറിയ പാടകം മുങ്ങിപ്പോകാതെ നിങ്ങളുടെ നാലായാമത്തിൽ കാറ്റിനെ കാലിനെ ശാന്തമാക്കിയ ദൈവത്തിന്റെ കരം നിങ്ങളുടെ ഉണ്ടായിരിക്കും. നിങ്ങൾ തീരറിയപ്പെട്ട സാഹചര്യം ഉണ്ടാകുമ്പോൾ തീയിൽ നാലാമനായി എഴുതി വന്ന ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളുടെ ഉണ്ടായിരിക്കും. സിംഹത്തിന്റെ കുഴിയിൽ നിന്നറിയപ്പെടുമ്പോൾ സിംഹത്തിന്റെ വായടച്ച ദൈവത്തിന്റെ കരം നിങ്ങളുടെ ഉണ്ടായിരിക്കും. ആനാവിന്റെ കല്യാണത്തിന് വീഞ്ഞു തീർന്നു പോയി. ഏത് കല്യാണ വീട്ടിലും വീഞ്ഞു തീരും. നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ, സാമ്പത്തിക ഞെരുക്കങ്ങൾ വരുമ്പോൾ, വീഞ്ഞു തീരുമ്പോൾ ഒരു കാര്യം ഓർത്തോണം. നാട്ടുകാരോട് പറയണ്ട, അയൽവക്കക്കാരോട് പറയണ്ട, വളരെ മാസത്തോട് പറയാൻ പോകണ്ട. നിങ്ങളുടെ പേര് മുട്ടുകുത്തി കാലാവിലെ കല്യാണത്തിന് വന്ന യേശുവോട് പറഞ്ഞതുപോലെ ആദ്യത്തെക്കാൾ അന്ത്യം നല്ല വീട് പകരുന്ന സർവശക്തനായ ദൈവം ഉണ്ടായിരിക്കും. അങ്ങനെ പ്രാർത്ഥനയോടെ മുന്നേറിയാൽ സൗഭാഗ്യകരമായ ഒരു കുടുംബം നയിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കും. സമ്മതികൾ, ആരോഗ്യങ്ങൾ സർവശക്ത ദൈവം നൽകട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാം ദൈവവചനത്തോടുള്ളതായിരിക്കുന്ന ബന്ധത്തിൽ ഏത് നിലവാരത്തിൽ
മനസ്സിലാക്കിയിട്ടുള്ളതായ കാര്യമാണ്. കാരണം അത് ദൈവം യോജിപ്പിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. ദൈവം യോജിപ്പിക്കുന്ന ഒരു ശുശ്രൂഷയാകിയാൽ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ വന്നിരിക്കുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ വന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, കർത്താവേ ഈ ശുശ്രൂഷയെ അനുഗ്രഹിക്കണമേ. ഇവിടെ ഇപ്പോൾ ഈ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്നതായ ബെഞ്ചി ബേബിയും ജോളി ശംഭുവരും മണവാളനും മണവാട്ടിയും അവരിപ്പോൾ ഭാര്യ ഭർത്തക്കന്മാരല്ല, അവരടുത്തിരിക്കുന്നതേ ഉള്ളൂ. എന്നാൽ അവരിനിയും ഭാര്യ ഭർത്തക്കന്മാരായി തീരാൻ പോവുകയാണ്. എപ്പോ ദൈവസന്നിധിയിൽ ഉഭയസമ്മതം ചെയ്ത് അവരുടെ വലങ്കരം കൊടുത്ത് അവരുടേതായിരിക്കുന്നതായ ആ തീരുമാനം ദൈവസന്നിധിയിൽ അവർ പറയുമ്പോൾ ദൈവത്തിന്റെ അദൃശ്യമായിരിക്കുന്ന കരം കൊണ്ട് അവരെ യോജിപ്പിക്കാൻ പോവുകയാണ്. അതിന് സാക്ഷികളായിട്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. അങ്ങനെ ഇന്നത്തെ ഈ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി തീരണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ആഗ്രഹം കൊണ്ട് ആ കാര്യം നടക്കത്തില്ല. എന്നാൽ പ്രാർത്ഥിച്ചാൽ ആ കാര്യം നടക്കും, അനുഗ്രഹകരമായി തീരും. അവരുടേതായിരിക്കുന്നതായ ശാരീരികമായ ആരോഗ്യം, ഭൗതികമായ നന്മ, ആത്മീയമായ അനുഗ്രഹം എന്നിവകളാൽ ദൈവം ആ കുടുംബത്തെ അനുഗ്രഹിക്കണമെന്നുള്ളതായ പ്രാർത്ഥനയോടുകൂടെ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം. വിവാഹം എന്ന് പറഞ്ഞ ഒരു ചടങ്ങല്ല, ആത്മീയ ശുശ്രൂഷയാണ്. ആത്മീയ ശുശ്രൂഷയായാലാണ് നമ്മൾ പാടുന്നു, പ്രാർത്ഥിക്കുന്നു, ദൈവത്തിൽ നിന്ന് ശുശ്രൂഷിക്കുന്നവയൊക്കെയും. എന്നാൽ ലോക ഗവൺമെന്റോ മറ്റുള്ളതായിരിക്കുന്നതായ ജനങ്ങൾ ഈ വിധത്തിലുള്ളതായിരിക്കുന്നതായ ആത്മീയമായ ശുശ്രൂഷയൊന്നും കൂടാതെ അന്യോന്യം പൂമാല മാറുകയോ അല്ലെങ്കിൽ മറ്റു വിധത്തിലുള്ളതായിരിക്കുന്ന സർവേശ്വര രോഗിയിൽ ചെന്ന് ഞാൻ എൻ്റെ ഭാര്യ ഇദ്ദേഹത്തെ സ്വീകരിച്ചിരിക്കുന്നു, ഈ പെൺകുട്ടിയെ സ്വീകരിച്ചിരിക്കുന്നു പറഞ്ഞുകൊണ്ട് എഴുതി ഒപ്പിട്ടാൽ അത് ഭാര്യ ഭർത്താക്കന്മാരായി തീർന്നിരിക്കുന്നു എന്ന് ലോക ഗവൺമെന്റ് അംഗീകരിച്ചു കൊടുത്തു. എന്നാൽ ദൈവികമായിരിക്കുന്നതായ ഒരു ശുശ്രൂഷയാണെന്ന് ദൈവമക്കളാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ വന്നിരിക്കുകയാണ്. ആ നമ്മുടെ ആഗ്രഹപ്രകാരം ദൈവം നമ്മുടെ മധ്യമുണ്ട്, അത് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അങ്ങനെ ദൈവത്താൽ യോജിപ്പിക്കപ്പെടുന്നതായ ഒരു ശുശ്രൂഷയുടെ സാക്ഷികളായിട്ട് നമുക്ക് ഇരിക്കാം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ വിവാഹസ്ഥരായി അവർ കുടുംബജീവിതം നയിച്ച് അനുഗ്രഹിക്കപ്പെടണമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെ തെളിവിൽ ആണും പെണ്ണുമായി സൃഷ്ടിച്ചത്. ആണും പെണ്ണുമായി സൃഷ്ടിക്കപ്പെട്ടതായിരിക്കുന്നതായ ദൈവികമായിരിക്കുന്നതായ ആളത്വമുള്ളതായിരിക്കുന്ന വ്യക്തിത്വം ഉൾക്കൊള്ളുന്നതായ 3 കൂട്ടരുണ്ട്. 1 ദൂതന്മാർ, 2 സാത്താൻ, ദൂതന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടവരായിരുന്നു ഈ സാത്താൻ. 3 മനുഷ്യൻ വ്യക്തിത്വമുള്ളവരാണ്. ഈ വ്യക്തിത്വമുള്ളതായിരിക്കുന്ന എവരോടുള്ളതായ ബന്ധത്തിൽ, മനുഷ്യനോടുള്ള ബന്ധത്തിൽ മാത്രമേ ആണും പെണ്ണുമായി ദൈവം സൃഷ്ടിച്ചിട്ടുള്ളൂ. ദൂതന്മാരുടെ കൂട്ടത്തിൽ അങ്ങനെ ഒന്നും വർഗമില്ല, സാത്താന്റെ കൂട്ടത്തിലും അങ്ങനൊരു വർഗമില്ല. ഏത് പെൺവർഗം എന്ന് പറയുന്നത്. എന്നാൽ പുരുഷവർഗം എന്ന് പറയുന്നതും അതും മനുഷ്യരോടുള്ളതായിരിക്കുന്ന ബന്ധത്തിലാണ്. എന്തിന് ദൈവം ആ നിലയിൽ സൃഷ്ടിച്ചു? അവർ കുടുംബജീവിതം നയിച്ച് സന്താനമുള്ളവരായി വർദ്ധിച്ചു വരികണമെന്നുള്ളത് ദൈവം നിശ്ചയിച്ചതുകൊണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ദൈവം മനുഷ്യനോടുള്ളതായ ബന്ധത്തിൽ അവന്റെ മുമ്പിൽ കൂടെ ദൈവം സൃഷ്ടിച്ചതായ അനേക സൃഷ്ടിജാലങ്ങളെ കടത്തിവിട്ടു. ദൈവം സൃഷ്ടിച്ചതിനെ എല്ലാം മനുഷ്യന്റെ മുമ്പിൽ കൂടെ കടത്തിവിട്ടപ്പോൾ ദൈവത്താൽ